എടോ, അള്ളാഹുവിനോട് തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കണം, പിന്നെയും ചെയ്തു പിന്നെയും പശ്ചാത്തപിക്കണം, പിന്നെയും ചെയ്തു പിന്നെയും പശ്ചാത്തപിക്കണം, പിന്നെയും ചെയ്തു പിന്നെയും പശ്ചാത്തപിക്കണം. ഇങ്ങനെ തൗബ ചെയ്യണം തൗബ ചെയ്യണം തൗബ ചെയ്യണമെന്ന് നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എവിടെ വരെ എവിടെ വരെ? അപ്പോഴാ നബിതങ്ങള് പറഞ്ഞത്, ഇബ്ലീസ് അല്ലേ പാപം ചെയ്യിപ്പിക്കുന്നത്, അവന് മനസ്സിലാകണം ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന്. തോറ്റുപോകുന്നത് വരെ നീ തൗബ ചെയ്യണേ എന്ന് നബിയിന റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞ നബിയിന റസൂലുള്ളാഹി. എടാ, ശൈത്താന് തന്നെ മനസ്സിലാവണം ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല. കാരണം എന്ത്? ഇവൻ ചെയ്യും, തൗബ ചെയ്യും. ഒരാള് പള്ളിക്കകത്ത് കിടന്ന് ഉറങ്ങാ. അപ്പൊ നോക്കുമ്പോ ഇബ്ലീസ് പോയിട്ട് പറയുന്നു, ചങ്ങാതി എഴുന്നേറ്റ് നിസ്കരിക്ക്, തഹജ്ജുദ് നിസ്കരിക്ക. ഉറങ്ങുന്നവനെ വിളിച്ചിട്ട് പറയാ തഹജ്ജുദ് നിസ്കരിക്ക. സാധാരണ ഇബ്ലീസ് ഉറക്കല്ലേ ചെയ്യാ. ഇവനെ വിളിച്ചു വിടുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്തേപ്പാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിളിച്ചു, എന്തേ? ഒരു ചരിത്രം പറഞ്ഞതാ. അപ്പൊ ഇബ്ലീസിനോട് ചോദിച്ചു, എന്തിനാ നീ സാധാരണ നേരെ തിരിച്ചല്ലേ ചെയ്യാ? ഇവനെ വിളിച്ചിട്ട് പറയുന്ന എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചോളത്താ, എന്തേ കാരണം? അപ്പോഴാ പറഞ്ഞത്, ഇന്നലെ ഈ പഹയനെ ഞാൻ ഉറക്കി. ഇവൻ തഹജ്ജുദ് നിസ്കരിക്കാതെ ഇവിടെ കിടന്നുറങ്ങി. ഇവനെ ഉറക്കിയതിന്റെ പേരിൽ ഇന്നലെ വൈകിട്ട് വരെ നിസ്കാരവും ദുആയും നിസ്കാരം ദുആയും നിസ്കാരം ദുആയും നിസ്കരിച്ച ആകെ 2 റക്അത്ത് നിസ്കരിക്കത്തുള്ളായിരുന്നു. ഇവൻ ഇന്നലെ മൊത്തവും കരച്ചിലും ദുആയും ഇബാദത്തും ഒരുപാട് നന്മ ചെയ്തു. ഏറ്റവും നല്ലത് ഇവൻ 2 റക്അത്ത് നിസ്കരിക്കല. അതാ വിളിച്ചു വിട്ടേ. ഇതാണ് ഇബ്ലീസ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിന് മനസ്സിലാകണം നിന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ അവൻ തോറ്റു പോകുന്നത് വരെ നീ തൗബ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് തൗബ ചെയ്യുന്ന സമയത്ത് കരയാൻ തീരുമാനിച്ചല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് അള്ളാന്റെ അദാബുകൾ ഓർത്തുകൊണ്ട് അവിടെ നിന്ന് കരയാ തീരുമാനിച്ചല്ലോ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? ലാ യലിജുന്നാറ ബകാ മിൻ ഖസിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഒലിപ്പിക്കുന്നവന് പടച്ച റബ്ബ് കൊടുക്കുന്ന 5 പ്രതിഫലങ്ങളിൽ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ലാ യലിജുന്നാറ ബകാ മിൻ ഖസിയത്തില്ലാഹ് ഹത്താ യറുദ്ദുല്ലബന ഇലല്ലറഈ. നബിതങ്ങൾ അവിടെന്ന് പറയുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പടച്ച റബ്ബേ, ഞാനും നിങ്ങളും അല്ലാഹുവിനോട് എപ്പോ ദുആ ചെയ്താലും പറയുന്ന ഒരു കാര്യമാണ്, അല്ലാഹുവേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റമളാനിന്റെ 30 ദിവസവും നോമ്പ് പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനേ. റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ രാവും പകലും പടച്ചവനോട് നോമ്പ് പിടിച്ച് ഇഅ്തികാഫിരുന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്ന പടച്ചവനെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ജുമഅയ്ക്ക് പോകുമ്പോ ഇമാം രണ്ടാമത്തെ ഖുതുബയിൽ 3 പ്രാവശ്യം എടുത്തു പറയുന്ന ഒരേ ഒരു വാചകം, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അവിടുന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പടച്ചവനോട് ദുആ ചെയ്യുന്ന, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന വഖൂദുഹന്നാസു വൽ ഹിജാറ. മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ച റബ്ബേ,
റബ്ബിന്റെ നരകമുണ്ടല്ലോ. പടച്ചവനെ, ഭയാനകമായ നരകം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നരകത്തെ കുറിച്ച് അറിയുമോ മോനെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്രാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു യാത്ര നടത്തിയല്ലോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വിശദീകരിക്കുന്നില്ല. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പ്രവാചകൻ ഏഴാകാശം കടന്ന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നുപോയ ചരിത്രമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആകാശത്തിന്റെ കവാടങ്ങൾ കടന്നു പോകുമ്പോ മലക്കുകൾ മുഴുവനും നബിതങ്ങളെ സ്വീകരിക്കുകയാ. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് നബിതങ്ങളെ സ്വീകരിക്കുകയാണ്. ആദം നബി മുതലുള്ള പ്രവാചകന്മാരെ നബിതങ്ങളെ കണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാവരും സ്വീകരിച്ചല്ലോ. ആകാശത്തിന്റെ കവാടങ്ങൾ കടന്നുകൊണ്ട് നബിതങ്ങൾ ഇങ്ങനെ പോകുമ്പോ വല്ലാത്ത സന്തോഷമാ. മലക്കുകൾ മുഴുവനും പ്രവാചകനെ എവിടെ നിന്ന് സ്വീകരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത സന്തോഷമാണ്. നബിതങ്ങളെ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ ഒരേ ഒരു മലക്കു മാത്രം തല ഉയർത്തുന്നില്ല. ആ മലക്കിന്റെ മുഖത്തൊരു സന്തോഷമില്ല. ആ മലക്കിന്റെ മുഖത്തൊരു സന്തോഷമില്ല. ആ മലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ. ആ മലക്കൊന്ന് നബിതങ്ങളെ തല ഉയർത്തി പോലും നോക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമാവുകയാണ്. ആരാണ് ജിബ്രീൽ? ആ മലക്കാരാണ് ജിബ്രീൽ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അത് മാലിക് എന്ന് പറയുന്ന മലക്കാണ് നബിയേ. അത് മാലിക് എന്ന് പറയുന്ന മലക്കാണ് നബിയേ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കാട്. എന്തേ മാലിക്? അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ മുത്തി നബിയെ കണ്ടിട്ട് നിനക്ക് എന്തേ ഒരു സന്തോഷമില്ലാത്തത്? നീ എന്തേ നബി തങ്ങളെ നോക്കാത്തത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ. അങ്ങയെ കാണാ കൊതിച്ചിരിക്കുകയായിരുന്നു നബിയേ. പക്ഷേ എന്റെ മുഖത്ത് സന്തോഷം വരുന്നില്ല നബിയേ. തല ഉയർത്തി നോക്കാൻ കഴിയുന്നില്ല നബിയേ. എന്റെ മുഖത്ത് സന്തോഷം വരില്ല നബിയേ. ഖിയാമത്ത് നാൾ വരെ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. ഖിയാമത്ത് നാൾ വരെ എന്റെ മുഖത്തിന് സന്തോഷം വരില്ല. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകം ഞാനൊന്ന് കണ്ടുപോയി നബിയേ. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകം കണ്ടുപോയി. ആ നരകത്തിന്റെ തീ കണ്ടുപോയി. അതുകൊണ്ട് പടച്ചവനെ, ഖിയാമത്ത് നാൾ വരെ എന്റെ മുഖത്ത് സന്തോഷമുണ്ടാകില്ല. പടച്ചവനെ, അതാണ് ആ മലക്കിന്റെ സർവ്വ സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തിയത് നരകമാ. ആ നരകത്തെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഓർമ്മയില്ലല്ലോ. പടച്ചവനെ, ഇന്ന് ഉസ്താദന്മാർ ഇതൊക്കെ വഅദ് പറഞ്ഞു തരുമ്പോ ദുനിയാവിലെ തീയുണ്ടല്ലോ, അത് നരകത്തിലെ 70 അംശം മാത്രമാണ് ദുനിയാവിലെ തീ എന്ന് പറയുമ്പോ ഇന്നത്തെ ചെറുപ്പക്കാര് കളിയാക്കുന്ന ഉസ്താദേ, ഇതൊക്കെ പ്രായമുള്ളവരോട് പറ, വിദ്യാഭ്യാസമില്ലാത്തവരോട് പറ, ഞങ്ങളൊക്കെ അറിവ് കൂടിയവരാ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാ. പെണ്ണുങ്ങളോട് പറയുന്ന, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കേ, തലമറയ്ക്ക്, ഔറത്ത് മറയ്ക്ക്, നിങ്ങൾ അല്ലാഹുവിനെ
അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. നരകത്തിലധികവും പെണ്ണുങ്ങളാണ്. ഉസ്താദന്മാര് ഖുർആനിന്റെയും ഹദീസും പറഞ്ഞുകൊണ്ട് ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും പറഞ്ഞിട്ട് പ്രവാചകന്മാര് പറയുമ്പോ ഉസ്താദന്മാര് പറയുമ്പോ പെണ്ണുങ്ങളെ ചോദിക്കുന്ന ഉസ്താദേ നരകം ഇരിക്കുന്നത് എവിടെയാ? ആകാശത്തിലാണോ ഭൂമിയിലാണോ അതോ കടലിനടിയിലാണോ? എവിടെയാ ഉസ്താദേ ഇത്രയും വലിയ നരകമിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, നരകം എന്താണെന്ന് നിനക്ക് കാണണോടാ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകമുണ്ടല്ലോ. ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ മോനെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ. എടാ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാളും വലുതൊന്നുമില്ലല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകം നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. ആ മലക്കിന്റെ ചാരത്ത് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവേ മാലിക് എന്ന് പറയുന്ന മലക്കിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ കൊണ്ടുവരാറ്, ആ നരകത്തെ പരലോകത്തേക്ക് കൊണ്ടുവരാറ്. മാലിക് ചോദിക്കുന്ന ജിബ്രീൽ, എങ്ങനെയാ ജിബ്രീല് ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ? ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ? എന്നെ കൊണ്ട് കഴിയില്ല ജിബ്രീൽ. അല്ലാഹുവിന്റെ കൽപ്പനയാണ് ജിബ്രീല്. അതാ അല്ലാഹുവിന്റെ കൽപ്പനയാണല്ലോ. കാരണം മലക്കുകൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരാ. അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാണ്. 70,000-ഓളം വരുന്ന അതാ ലക്ഷക്കണക്കിന് മലക്കുകളെ വിളിച്ചിട്ട് അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് പറയുകയാ, ചങ്ങലകൾ എടുത്തുകൊണ്ടുവാ, ചങ്ങലകൾ എടുത്തുകൊണ്ടുവാ. 70,000 ചങ്ങലകൾ കൊണ്ടുവരികയാ, 70,000 ചങ്ങലകൾ കൊണ്ടുവരികയാ. എന്നിട്ട് റബ്ബേ നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആനയെ കെട്ടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടോ മോനെ? കൊളുത്തുകൾ ചേർത്ത് വെച്ചല്ലേടാ ചങ്ങലയുണ്ടാക്കുന്നത്. അതിലെ കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലിപ്പമല്ല, ആ ചങ്ങലയിലെ കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയുമോ? ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയോ? ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഇതിനെക്കാളും വലുതാടാ ചെറുപ്പക്കാരാ. ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം ഈ ലോകത്തിനെക്കാളും വലുതാ. ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കി 70,000 ചങ്ങല പടച്ചവനെ നരകത്തെ അവിടന്ന് ബന്ധിപ്പിക്കുകയാ. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്. അള്ളാന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. നാളെ അള്ളാടെ കോടതിയിലേക്ക് ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ എവിടെയാണെന്ന് ചോദിച്ച മുസ്ലിമേ, നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് നരകത്തെ കൊണ്ടുവരുമ്പോ നീ അല്ലാഹുവോട് പറയുന്നു, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. ആ
നരകത്തെ നാളെ അള്ളാടെ കോടതിയിലേക്ക് നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നീ അള്ളാനോട് പറയുന്നു റബ്ബനാ രക്ഷിതാവായ അല്ലാ അബ്സ്വറിനാ അബ്സ്വറിനാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു പടച്ചവനെ നരകം കണ്ടു നരകത്തിന്റെ തീ കണ്ടു നരകത്തിന്റെ വലുപ്പം കണ്ടു വസമിഅനാ എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടു പടച്ചവര് അതിന്റെ അട്ടഹാസവും അതിന്റെ ബഹളവും ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു റബ്ബേ ഫർജിഅനാ ഒരു ചാൻസ് താ അല്ലാഹ് ഒരവസരം താ അല്ലാഹ് എന്ന നാളെ പരലോകത്ത് കിടന്ന് യാചിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ബാപ്പാ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് കരയുക 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 നബി തങ്ങളാ പറയുന്നത് ലാ യൽജുന്നാർ ബകാ മിൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നീ ഒലിപ്പിച്ചാൽ ആ നരകത്തിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുകയാണ് നിന്നെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമടോ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമടോ പ്രവാചകന്മാര് കരഞ്ഞു പോയാ എല്ലാ സ്വഹാബത്ത് കരഞ്ഞു പോയാ ആ ഭയാനകമായ നരകത്തിൽ നിന്ന് നബിതങ്ങളെ നിന്നെ രക്ഷപ്പെടുത്തുകയാണ് ഉദാഹരണ സഹിതമാണ് നബിതങ്ങളെ പറയുന്നത് ഏതുപോലെ എന്നറിയോ നിനക്ക് തിരിയുന്നതിന് വേണ്ടി നബിതങ്ങൾ ഒരു ഉദാഹരണം പറയുകയാ പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം നബിതങ്ങൾ പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒട്ടകത്തിന്റെ അകടിൽ നിന്ന് പശുവിന്റെ അകടിൽ നിന്ന് പാല് കറന്നു ഒരു പാത്രത്തിലേക്ക് പാല് കറന്നൊഴിച്ചു പശുവിന്റെ അകടിൽ നിന്ന് പാല് കറന്നു പാത്രത്തിലേക്ക് ഒഴിച്ചു ഈ പാത്രത്തിൽ വീണ പാല് തിരിച്ച് അകടിലേക്ക് പോകാത്ത കാലത്തോളം അള്ളാഹു നിന്നെ നരകത്തിലിട്ട് ശിക്ഷിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം ഈ പാത്രത്തിൽ വീണ പാല് ഒരിക്കലും തിരിച്ചു മുകളിലേക്ക് പോകില്ല എന്ത് ചെയ്താലും പോകില്ല അപ്പൊ അത് പോകാത്ത കാലത്തോളം നരകത്തിന്റെ തീ നിന്നെ തൊടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി ഒന്ന് തിരിച്ചു വെച്ചതാണ് നരകത്തിന്റെ തീ നമ്മളെ തൊടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ പ്രതിഫലം എന്താ 5 പ്രതിഫലമാണുള്ളത് അതിലെ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി ورجل ذكر الله خاليا وفاضت عيناه രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സദസ്സിലിരിക്കുകയാണ് 10 മണിയായി ശരീരം വിയർക്കുകയാണ് വല്ലാത്ത ചൂടാട് മഴയായിരുന്നു പടച്ചവനെ എന്നിട്ട് പോലും ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുകയാണ് 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന സൂര്യൻ 6 മണിയായപ്പോൾ അസ്തമിച്ചതാണ് 10 മണിയായിട്ടും നമുക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല പ്രയാസം അനുഭവിക്കുന്നവര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് അതാ ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന പെങ്ങളെ മോളെ രണ്ടാമത്തെ പ്രതിഫലം നിനക്ക് കേൾക്കണോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണെന്ന് പറയുന്ന
പറയുന്ന ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. എല്ലാവരും മണ്ണിനടിയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ പരലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. അതാ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരത്ത് കുടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ ജനങ്ങളെ അള്ളാഹുവിന്റെ മലക്കുകള് പരലോകത്തേക്ക് കൊണ്ടുവരികയാണ്. അള്ളാന്റെ കോടതിയിലേക്ക് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും എഴുന്നേറ്റ് വരികയാ. പേടിച്ചു വിറച്ചുകൊണ്ട് ഉടുപ്പതാ ഔറത്ത് മറയ്ക്കാതെ, വസ്ത്രമില്ലാതെ, ചെരുപ്പില്ലാതെ എല്ലാരും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പേടിച്ച് വിറച്ചുകൊണ്ട് കടന്നു വരികയാ. സുബ്ഹാനല്ലാഹ്, ചെമ്പിന്റെ തറയാടാ ചെറുപ്പക്കാരാ, ചെമ്പിന്റെ തറയാ. നിനക്ക് വസ്ത്രമില്ലല്ലോ. പടച്ചവനെ, 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന സൂര്യനെ അള്ളാഹു ഇറക്കുകയാ. നിന്റെ തലയുടെ ഒരു ചാണ് മുകളില്, നിന്റെ തലയുടെ ഒരു ചാണ് മുകളില്. സുബ്ഹാനല്ലാഹ്, ഈ സൂര്യനെ അള്ളാഹു ഇറക്കും ചെറുപ്പക്കാരാ. ചൂടൊക്കെ ഇവിടെയല്ല ബാപ്പാ, വിയർപ്പൊക്കെ ഇവിടെയല്ല ചെറുപ്പക്കാരാ. അതൊക്കെ എവിടെയാണെന്നറിയോ? അതൊക്കെ എവിടെയാണെന്നറിയോ? ചൂടുള്ള നാളുണ്ട്, ഖിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോസ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. മോനെ, വീട് കെട്ടുന്ന ചെറിയ ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? അതാ വെള്ളമുടിച്ച് മണ്ണ് ചെളി കുടച്ചിട്ട് ആ ചെളിക്കകത്ത് നിന്നുണ്ടാക്കുന്ന ഇഷ്ടികയുടെ നിറം ചുമപ്പാ. എങ്ങനെയാ ചുമന്ന നിറമായതെന്നറിയോ? അടുക്കി വെച്ച് പച്ചവിറകിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ? അടുത്തു പോയിട്ടുണ്ടോ? എന്തൊരു പ്രയാസമാണെന്നറിയോ? ആ ചൂളയൊന്നും ഒന്നുമല്ലടാ ചെറുപ്പക്കാരാ. വാപ്പാ, കാളവണ്ടി കണ്ടിട്ടില്ലേ? ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയുടെ വായിലൂടെ പതയുന്നൊരയും ഇങ്ങനെ ഒഴുകുമല്ലോ. ഇതുപോലെ നാളെ പടച്ചറബിന്റെ പരലോകത്ത് വെച്ച് കാളയുടെ വായിൽ നിന്നല്ല, മനുഷ്യന്റെ വായിൽ നിന്ന് ഒലിക്കുന്നത് നിനക്ക് കാണാ. പെങ്ങളെ, അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചിട്ട് മറിയുകയാ. സുബ്ഹാനല്ലാഹ്, നാളെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളയ്ക്കും പെങ്ങള്. മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാറുണ്ട്. ഇത് സിനിമാ കഥയല്ല, ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്ന കള്ളക്കഥയല്ല. അള്ളാന്റെ ഖുർആൻ പറയുകയാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ആരാ മക്കളെ സഹായിക്കാൻ? നാളെ ഉടുതുണിയില്ലാതെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു ചാട് മുകളിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോ ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് പേടിച്ച് വിറച്ചുകൊണ്ട് അവനവൻ ചെയ്ത പാപത്തിന്റെ കണക്കനുസരിച്ച് മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ വിയർപ്പിനകത്തിങ്ങനെ മുങ്ങി നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. മക്കള് പറയുന്നു, അല്ലാ, എന്റെ ഉമ്മാനവൊന്നും മലത്തി കടത്തിത്താല്ലോ. 9.5 മാസക്കാല ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച മാതാവ് ആ ഉമ്മയെ കാണിച്ചിട്ട് മക്കള് പറയുകയാ, ഒന്ന് മലർത്തി കടത്തി തരുവോ അല്ലാ.
നെഞ്ചത്ത് കയറി നിൽക്കട്ടെ റബ്ബേ. കാല് പൊള്ളുന്നു പടച്ചവര്. എന്റെ വാപ്പ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ വാപ്പ, മക്കള് പറയുന്നു റബ്ബേ, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എനിക്കിതാ പടച്ചവര്. എന്റെ പാപം മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഉപ്പാന നരകത്തിലെറിഞ്ഞു. എനിക്ക് സ്വർഗം തരണേ എന്ന് മനുഷ്യന്മാര് സ്വാർത്ഥരാകുന്ന ദിവസമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉബ്ബിഹി വ അബീഹി വസ്വാഹിബതിഹി വബനി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആരാരുമില്ലടോ, ഒരാളും തിരിഞ്ഞു നോക്കില്ലടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് സ്വഹാബത്തിന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ആ പരലോകത്തെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്, ആ പരലോകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് നബി തങ്ങൾ തന്റെ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ വീടിനകത്ത് തളർന്നു കിടക്കുകയാണ്. കരഞ്ഞ് 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 തളർന്നു കിടക്കുകയാണ്. നബി തങ്ങൾ ഓടിച്ചെന്നു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ തല പിടിച്ച് മടിയിൽ വെച്ചു. എന്തു പറ്റി ആയിഷ? എന്തിനാ കരയുന്നത് ആയിഷ? യാ റസൂലല്ലാഹ്, അങ്ങ് മഹ്ശറയെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് പേടിച്ച് കരഞ്ഞതാ നബിയേ. പേടിച്ച് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ആയിഷ എന്ന പ്രായം കുറഞ്ഞ പ്രിയപ്പെട്ട ഭാര്യ നബി തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. അവിടുത്തെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നോട് സ്നേഹമുണ്ടോ നബിയേ? എന്നെ ഇഷ്ടമാണോ നബിയേ? ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ. നബി തങ്ങൾ അവിടുന്ന് മറുപടി പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം കാണുമോ നബിയേ? എന്നെ കണ്ട പരിചയം കാണിക്കുമോ നബിയേ? കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുന്ന നബി തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറയുകയാ. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, എന്തു പറ്റി നബിയേ? ആയിഷ, വല്ലാത്ത ചോദ്യമായി ആയിഷ. അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ, ആ മഹ്ശറയിലെ 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞാ ഫലാ യദ്കുറു അഹദുൻ അഹദാ. വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പുറപ്പോ കുടുംബക്കാരോ ഒരാളും തിരിഞ്ഞു നോക്കില്ല ആയിഷ. അതാടോ പരലോകമെന്ന് പറയുന്നത്. ആ പരലോകത്തെ ചെമ്പിന്റെ തറയിലെ ഒരു ചാട് മുകളിൽ സൂര്യനുദിച്ച് നിൽക്കുന്ന ദിവസം ഉടുതുണിയില്ലാതെ ആടുങ്ങളും പെണ്ണുങ്ങളും നിലവിളിക്കുകയാ, യാ വൈലതാ യാ ഹസ്റതാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ നിലവിളിക്കുമ്പോ ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. എവിടെയാണ് തണലെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ എന്നെയും നിന്നെയും പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാ. അവിടെ അല്ലാതെ ഒരു
ഒരു തണലില്ല, അവിടെയല്ലാതെ ഒരു തണലില്ല. ആ പരലോകത്ത് അല്ലാഹു വിളിക്കുകയാ, സബഅത്തുനി യുളില്ലുഹുമുല്ലാഹു ഫീ ലില്ലി. 7 വിവിഐപികളെ വിളിക്കുകയാ അല്ലാഹു, 7 വിവിഐപികളെ വിളിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ അവർക്കൊരു സ്ഥാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവരെ ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ വാപ്പാ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മജ്‌ലിസില്, ഈ കാണുന്ന ജനങ്ങളുടെ നടുവില് ഒരാളെ വിളിച്ചിട്ട് സ്റ്റേജിൽ കയറ്റിയിരുത്തിയാൽ, നിങ്ങളിൽ ഒരാളെ വിളിച്ചിട്ട് വായെന്ന് പറഞ്ഞ് ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാളെ സ്റ്റേജിൽ കയറ്റിയിരുത്തിയാൽ എന്ത് സന്തോഷമാ സഹോദരാ. പടച്ച റബ്ബേ, എങ്കിൽ പടച്ചവനെ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആദം നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂനുസ് നബിയും, യൂസുഫ് നബിയും, ഹാറൂൻ നബിയും, അയ്യൂബ് നബിയും, സക്കരിയ നബിയും, പടച്ചവനെ ലോകത്ത് കടന്നു വന്ന ഈസാ നബി വരെയുള്ള പ്രവാചകന്മാര്, അവരുടെ ഉമ്മത്തീങ്ങളോ, അവരുടെ അനുയായികളോ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ, അവിടുത്തെ ഭാര്യമാരോ, അവിടുത്തെ മക്കളോ, അവിടുത്തെ സ്വഹാബത്തോ, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പാ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പുറപ്പ്, നിന്റെ കുടുംബക്കാര്, നിന്റെ നാട്ടുകാര്, നിന്റെ കൂട്ടുകാര്, കോടാരി കോടാനി കോടാരി വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിൽക്കുമ്പോ അല്ലാഹു വിളിക്കുകയാ. 7 വിഭാഗത്തെ അല്ലാഹു വിളിക്കുകയാ. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ വഫാലത്ത് ഐനാ. കൈബുക്കിയ വാപ്പാ, കരയുമെന്ന് തീരുമാനമെടുത്ത ചെറുപ്പക്കാരാ, നിങ്ങളെ ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ ഓർത്തിട്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്നൊലിപ്പിച്ചോ. നിനക്ക് നാളെ അർശിന്റെ താഴെ അല്ലാഹു ഒരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ